കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറയുന്ന ഒരാളോട് ക്ഷമിക്കാതിരിക്കാൻ ഞാൻ കല്ലോ മരമൊന്നുമല്ല. എന്റെ മോൻ കുഴപ്പക്കാരനല്ലാന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്ക് അത് മതി. ഇനിയെങ്കിലും ഒരാളെ കുറിച്ച് ദോഷം പറയുമ്പോ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് വേണം പറയാൻ. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, ഇനി പോവാലോ. എന്നാവാ. ഇല്ല സാർ, ഞാനത് കണ്ടില്ല. രജിസ്റ്റർ മുഴുവൻ ചെക്ക് ചെയ്തു. ഇല്ല, എൻട്രി ചെയ്തിട്ടില്ല. ഭൂമിക മാഡം ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ തന്നെ വരാം. ഇറങ്ങാൻ തുടങ്ങുവാ. ആ ശരി. സിസിലി ചേച്ചി, എനിക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് സുമ വന്ന് പറഞ്ഞു. അതെ, ആളകത്തിരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ബാങ്ക് വരെ ഒന്ന് പോണം. ആ ശരി. ഈ ഓൺലൈൻ മീറ്റിംഗ്, ഓർഡർ ക്യാൻവാസിംഗ്, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തൽ, എപ്പോഴും ഒരേ ജോലി തന്നെ. ആർക്കായാലും മടുപ്പ് തോന്നില്ലേ? മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയാ മുക്തിയുടെ ഔട്ടിങ്ങിന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഫ്രീ ആവാൻ പറഞ്ഞിട്ട് മുക്തി ഇതുവരെ കേട്ടില്ലല്ലോ. ടൈം കിട്ടാത്തത് കൊണ്ടല്ലേ അരവിന്ദ്? ഇന്ന് തന്നെ 3 തവണയാ അങ്കിള് വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയത്.